നമ്മുടെ കൗമാരക്കാർ വഴിതെറ്റിപ്പോകുന്നുവെന്ന് പലരും ആശങ്ക പ്രകടിപ്പിക്കുന്നത് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ടാണ് കൗമാരക്കാർ വഴിതെറ്റിപ്പോകുന്നത്? എന്തുകൊണ്ടാണ് കൗമാരക്കാർ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്നത്? ഇതിനൊക്കെ കാരണങ്ങൾ പലതാണ്. കൗമാരക്കാരെ വഴിതെറ്റിപ്പോകുന്നതിൽ നിന്ന് തടയുന്നതിന് അല്ലെങ്കിൽ ഇവരെ നേർവഴിക്ക് നയിക്കുന്നതിന് സംസ്ഥാനത്തെ സ്കൂളുകളിൽ കൗൺസിലർമാരെ നിയോഗിക്കുന്നതിന് കേന്ദ്ര സർക്കാർ തന്നെ ഒരു നിയമം കൊണ്ടുവന്നു. അത് 2008 പ്രാബല്യത്തിൽ വരികയും എല്ലാ ജില്ലകളിലും എല്ലാ സ്കൂളുകളിലും, അത് എയ്ഡഡ് സ്കൂളെന്നില്ല, അൺഎയ്ഡഡ് സ്കൂളെന്നില്ല, സർക്കാർ സ്കൂളെന്നില്ല, എല്ലാ സ്കൂളുകളിലും, അതായത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും വിദ്യാർത്ഥികൾക്ക് ആനുപാതികമായി കൗൺസിലർമാരെ നിയമിക്കണമെന്ന് നിയമം കൊണ്ടുവന്നു. വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ കീഴിലാണ് ഇത് നടപ്പിലാക്കേണ്ടത്. സംസ്ഥാനത്തും ഇത് നടപ്പിലാക്കി. 2010 മുതൽ ഇത് സംസ്ഥാന സർക്കാരിന്റെ പ്രോജക്റ്റായി ഏറ്റെടുത്തു. കൊല്ലം ജില്ലയുടെ മാത്രം കണക്ക് കഴിഞ്ഞ ദിവസം പരിശോധിച്ചപ്പോൾ ഏകദേശം 941 സ്കൂളുകളുണ്ട്. 941 സ്കൂളുകളിലായി ലക്ഷക്കണക്കിന് കുട്ടികളാണ് പഠിക്കുന്നത്. നമുക്കറിയാം, എക്സൈസിന്റെ ഒരു കണക്കനുസരിച്ച് ഏറ്റവും അധികം കുട്ടികൾ ലഹരി മരുന്നിനും രാസലഹരിക്കും അടിമകളായി തീരുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലാണ് നിരവധി കുട്ടികൾ ഇത്തരം കേസുകളിൽ പ്രതികളായി വരുന്നത്. അങ്ങനെയാണ് ഇത്തരത്തിലൊരു പഠനം നടന്നത്. ഇവിടെ ഉള്ളതാകട്ടെ ആകെ 81 കൗൺസിലർമാർ. ഒരു കൗൺസിലർ തന്നെ 5-6 സ്കൂളുകളിൽ പോയി കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകേണ്ട ഗതികേടിലാണ് ഇപ്പോഴുള്ളത്. കൂടുതൽ കൗൺസിലർമാരെ നിയമിക്കണമെന്ന് അവർ അഭിപ്രായപ്പെടുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ നാളിതുവരെ സംസ്ഥാന സർക്കാർ ഇതിന് തയ്യാറായിട്ടില്ല. യോഗ്യരായ കൗൺസിലർമാർ ധാരാളമുണ്ട്. അവരുടെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് MSWയും അതുപോലെ തന്നെ ക്ലിനിക്കൽ സൈക്കാട്രി അല്ലാതെയുള്ള സൈക്കോളജി ബിരുദവുമാണ് ഇവർക്കുള്ള യോഗ്യത. ധാരാളം ആളുകൾ സൈക്കോളജി ബിരുദധാരികളായി നിൽക്കുന്നുണ്ട്, MSW പഠിച്ച് കഴിഞ്ഞവർ നിൽക്കുന്നുണ്ട്. ഇവർക്കൊക്കെ ഒരു ജോലിയാകും. താൽക്കാലിക അടിസ്ഥാനത്തിലാണ് നിയമനം ലഭിക്കുന്നത്. അങ്ങനെ ഒരു പരിധിവരെ കുറെ ആളുകൾക്ക് ജോലി ലഭിക്കും. നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങനെ ലഹരിയുടെ കൈവഴിയെ ഒഴുകി നശിച്ചു പോകുന്ന അവസ്ഥയും കുറയും. അതുപോലെ തന്നെ കുട്ടികളിലെ ആത്മഹത്യാ പ്രവണത, ഇത്തരം സംഭവങ്ങളും ഒരു പരിധിവരെ ഒഴിവാക്കാൻ ഇത് സഹായകമാകും. എന്നാൽ ഇതിന് സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് കുറ്റകരമായ ഒരു അനാസ്ഥ. ആലോചിച്ച് നോക്കുക, എന്തുമാത്രം വലിയ ഗുരുതരമായ വീഴ്ചയാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുന്നത്. വിദ്യാഭ്യാസ വകുപ്പിനോട് ചോദിക്കുമ്പോൾ അവർ പറയും, ഇത് ഞങ്ങളല്ല ചെയ്യേണ്ടത്, മറ്റൊരു വകുപ്പാണ്, വനിതാ ശിശുക്ഷേമ വകുപ്പാണ്, അതായത് മറ്റൊരു വിങ്ങാണ്, സർക്കാരിന്റെ മറ്റൊരു വിങ്ങാണ് ചെയ്യേണ്ടത്. അവരോട് ചോദിക്കുമ്പോൾ ഇത് സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. സംഗതി അവതാളത്തിലാകുന്നത് നമ്മുടെ കുട്ടികളാണ്. എയ്ഡഡ് സ്കൂളിന്റെ കാര്യം ചോദിച്ചാൽ സർക്കാരിന്റെ അതുപോലെ തന്നെ ഉത്തരം കിട്ടും. അൺഎയ്ഡഡ് സ്കൂളിന്റെ കാര്യം ചോദിച്ചാലോ, അവർ ഭീമമായ ഫീസ് വാങ്ങിയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. അവരുടെ അവിടെയുള്ള കൗൺസിലിംഗ് സംവിധാനങ്ങളൊക്കെ നമുക്കറിയാം. ചില അധ്യാപകരൊക്കെ ആയിരിക്കാം കൗൺസിലിംഗ് നൽകുന്നത്. ഈ കൗൺസിലർമാർ തന്നെ ചിലപ്പോഴൊക്കെ കുട്ടികളെ പീഡിപ്പിക്കുന്ന സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിന് കൗൺസിലർമാരെ മോണിറ്റർ ചെയ്യേണ്ട അവസരങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. ഇനി കൗൺസിലർമാരോട് കുട്ടികൾ നിജസ്ഥിതികൾ വെളിപ്പെടുത്തിയതിനെ തുടർന്ന് നിരവധി പോക്സോ കേസുകൾ രജിസ്റ്റർ ചെയ്ത സംഭവവും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. നിരവധി ആളുകളെ അങ്ങനെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. നിരവധി ആളുകൾ അങ്ങനെ ജയിലിൽ കഴിയുന്നുമുണ്ട്. നിരവധി ആളുകൾ ചിലപ്പോൾ ശിക്ഷിക്കപ്പെട്ടിട്ടും ഉണ്ട്. ഇതൊക്കെ പറഞ്ഞു വരുന്നത് വളരെ മഹത്തായ അല്ലെങ്കിൽ വളരെയധികം നിർണായകമായ ഒരു സംഭവത്തിൽ സർക്കാർ തലത്തിൽ വരുന്ന ഒരു വീഴ്ചയാണ് ഇത്. 941 സ്കൂളുകളുള്ള കൊല്ലം ജില്ലയിൽ എക്സൈസിന്റെ പട്ടികയിൽ ഏറ്റവും അധികം ലഹരി സംഘങ്ങൾ പിടിമുറുക്കുന്ന ജില്ലയിൽ, ലഹരി സംഘങ്ങളുടെ വഴിയെ ഏറ്റവും കൂടുതൽ കുട്ടികൾ വഴിതെറ്റിപ്പോകുന്ന ജില്ലയിൽ ആകെയുള്ള കൗൺസിലർമാരുടെ എണ്ണം വെറും 81 പേരാണ്. ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? എത്ര കുട്ടികളെ നേർവഴിക്ക് നയിക്കാൻ കഴിയും? എത്ര കുട്ടികളുടെ സങ്കടം കേൾക്കാൻ കഴിയും? എത്ര കുട്ടികളെ ആത്മഹത്യാ പ്രേരണയിൽ അല്ലെങ്കിൽ ആത്മഹത്യാ ടെൻഡൻസിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയും? ഇതൊരു വലിയ ചോദ്യചിഹ്നമാണ്. ഇത് പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടത് അത്യാവശ്യം തന്നെയാണ്.